നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും കുറച്ച് സാധനങ്ങളും ഉണ്ട്. എങ്ങനെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് താനും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, സവാളയുണ്ട്, ഇച്ചിരി കരിയാപ്പിലയുമുണ്ട്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ഒരു ശകലം സോഡാപ്പൊടി കൂടെ നമുക്കിടാം. ചെയ്ത് നോക്കാം. 1 കപ്പ് മൈദ ഇപ്പോൾ നമ്മൾ ബൗളിലോട്ട് ഇടുവാണ്. സവാള നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാം. കരിയാപ്പില ഇടാം. പിന്നെ വേണ്ടത് ഇച്ചിരി മുളക് പൊടിയാണ്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾ വളരെ കുറച്ച് ചേർക്കുക. പിന്നെ ഒരല്പം കായപ്പൊടി, അതൊരു നുള്ള ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. മൈദയും സവാളയും നമ്മുടെ കരിയാപ്പില എല്ലാം ഇട്ട് മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഇച്ചിരി സോഡാപ്പൊടി എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സോഡാപ്പൊടി ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചേർത്താൽ മതി. ഞാനൊരു പിഞ്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു നുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മളിങ്ങനെ കുഴച്ച് ഇവിടെ ഒരു 5 മിനിറ്റ് അതിവിടെ വെക്കുക. 5 മിനിറ്റ് ഏതാണ്ടായി. നമ്മളുടെ മാവ് റെഡിയാണ്. ഇനി നമ്മൾ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ഓണാക്കി എണ്ണ ഒഴിച്ച് ഇത് ചുടുക എന്നുള്ളത് ഇനിയുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിന്ന് അത് ചെയ്തെടുക്കാം. ഇന്ന് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി മാവ് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കയ്യിലെടുത്ത് ഹോളുണ്ടാക്കി. ഹോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് തന്നെ വരും. ആയിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടാം. ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഈ പാത്രത്തിനകത്തോട്ട് ഇടാം. ടിഷ്യൂ പേപ്പർ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എടുക്കാം. ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ക്രിസ്പിയായി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.